നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നെട്ടയത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നു. അപ്പവും ഗ്രീൻ പീസ് കുറുമ ഗ്രീൻ പീസ് ആണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 2 മുട്ട പുഴുങ്ങാനായിട്ടിട്ടു. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാം ഞാൻ മെലിഞ്ഞോ ഇല്ലേ എന്നുള്ളത്. മെലിഞ്ഞോ എന്നാണ് കമൻറ്റെങ്കിൽ താങ്ക്സ് ടു FTS ഫിറ്റ് ലൈഫ്. ജസ്റ്റ് ഒരു 4 ഡേയ്സേ ആയിട്ടുള്ളൂ ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 1.5 കിലോ എനിക്ക് കുറഞ്ഞു കേട്ടോ. എല്ലാ ഫുഡും 3 നേരവും കഴിച്ചുകൊണ്ട്, എല്ലാ ഫുഡും എന്ന് പറഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്ത് മറ്റുള്ള ഓയിലി സ്നാക്സൊക്കെ കട്ട് ചെയ്ത് അവർ പറയുന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്ത് ഒരു 1.5 കിലോ കുറഞ്ഞിട്ടുണ്ട്. 3 നേരം ഭക്ഷണം കഴിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ശരി, വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ മുട്ട എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചത്തേക്ക് ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി വരെ കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. മില്ലറ്റ് ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ. കിച്ചൻ്റെ അവസ്ഥ കാണിച്ചില്ലല്ലോ. ഇതാണിപ്പോൾ നിലവിൽ കിച്ചൻ്റെ അവസ്ഥ. ഇന്നലെ പണിക്ക് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞാണ് കേട്ടോ. ഇന്നിപ്പോൾ ചെറിയ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. ഇന്ന് അവർ പണിക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് വന്നാലേ എൻ്റെ പണികളെല്ലാം കഴിയത്തുള്ളൂ. പക്ഷേ ഇലക്ട്രിക്കൽ പണികളെല്ലാം കഴിഞ്ഞു. നമ്മൾ മറ്റേ ശ്രീ ബിന്ദുസിൽ നിന്നാണ് എല്ലാം എടുത്തത് കേട്ടോ. LED ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ കിച്ചൺ നല്ല വെട്ടം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെട്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കിച്ചൺ എന്ന് പറയും. അത്രയും ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിച്ചൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ്. ഇനി ഇവിടെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാൻ നിങ്ങൾക്കൊരു സാധനം ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നെട്ടയത്തുനിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഹെയർ വാഷ് ചെയ്യാൻ പോയേ പറ്റത്തുള്ളൂ. കാരണം മുടിയെല്ലാം കൂടെ അഴുക്കെന്താ കയറിയിട്ടേ ഓയിലായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ പോകണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളാണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ആയാലും നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എനിക്കിനി ഗ്യാസ് സ്റ്റൗവിനും ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ അതിന് ഒരാളെ വിളിച്ചിട്ടുണ്ട്. ആ പുള്ളി 2-3 ആഴ്ചയായിട്ട് സാധനം എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അടുക്കള സെറ്റായേനെ കേട്ടോ. അഗാരോ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ. ഈ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ എന്ന് പറയുന്നത് കോഡ്ലെസ് ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ഇത് നമ്മുടെ ബാത്റൂം കഴുകാനും ബാത്ത് ടബ്സ് കഴുകാനും സ്റ്റോൺ ടൈൽ ഫ്ലോർസ് കഴുകാനും ഗ്രൗട്ട് കഴുകാനും ഗ്രൂവ്സും എല്ലാം എഫേർട്ട്ലെസ്ലി ആൻഡ് ക്വിക്കലി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈസിലി ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്കും താഴേക്കും മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്ന ഹാൻഡിലും എക്സ്റ്റൻഷൻ റോഡും. നമുക്ക് നമ്മുടെ വീടിന്റെ ഓരോ കോർണറും വളരെ എളുപ്പത്തിൽ കുനിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ മുട്ടിലിറങ്ങിട്ടോ ഒന്നും അല്ലാണ്ട് ഭയങ്കര എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ദിസ് ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ അഡോപ്റ്റ്സ് എ ടൈറ്റ് പ്രൊട്ടക്ഷൻ ഡിസൈൻ. ഇത് നമുക്ക് ചൂടുള്ള എൻവയോൺമെന്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ബ്രഷും വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടോ ഒന്നും സംഭവിക്കില്ല. നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നമുക്ക് ബാത്റൂം, ബാത്ത് ടബ്സ്, സ്റ്റോൺ ടൈൽ ഫ്ലോർസ്, ഗ്രൗട്ട്, ഗ്രൂവ്സ് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഇത് കോഡ്ലെസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വയർ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും വരില്ല. അത് നമ്മൾ എന്തിനു സഹായിക്കും? നല്ല സ്പീഡായിട്ടും ഡീപ്പായിട്ടും ക്ലീൻ ചെയ്യാൻ സഹായിക്കും. ഈ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറിന്റെ ഇന്റേണൽ മോട്ടോർ സിസ്റ്റം 2 സ്പീഡാണ് നമുക്ക് തരുന്നത്. ലോ സ്പീഡ് 250 RPM, ഹൈ സ്പീഡ് 350 RPM ആണ്. ഇതിന്റെ ഡിഫോൾട്ട് സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആണ്. ബ്രഷ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രസ് ചെയ്താൽ ലോ സ്പീഡിലേക്ക് വരും. ദ ഡ്യുവൽ സ്പീഡ് ഡിസൈൻ അലൗസ് യു ടു ചൂസ് ദ ക്ലീനിങ് മെത്തേഡ് ദാറ്റ് വർക്ക്സ് ഫോർ യു, എലിമിനേറ്റിംഗ് ദ ട്രഡീഷണൽ മാനുവൽ ക്ലീനിങ് ആൻഡ് സേവിംഗ് യു വാല്യുബിൾ ടൈം. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ് ടു 2500 mAh ആണ്. ഇതിന്റെ ബാറ്ററി ഫുള്ളി ചാർജ് ആവാനായിട്ട് 3 to 4 hours എടുക്കും. ഇത് ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ അപ് ടു 90 minutes വരെ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ലാർജ് ബ്രിസ്റ്റൽ ബ്രഷ്, സ്മോൾ ബ്രിസ്റ്റൽ ബ്രഷ്, പോയിന്റഡ് ബ്രിസ്റ്റൽ ബ്രഷ്, ഫൈബർ സ്പോഞ്ച്, വൂൾ ക്ലോത്ത്, സ്മോൾ ക്ലോത്ത് ബ്രഷ്, ലാർജ് ക്ലോത്ത് ബ്രഷ്. ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് 1 year വാറണ്ടി കിട്ടുന്നുണ്ട്. അത് സൂപ്പർ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോഴേ അഗാരോയുടെ ഈ ഒരു ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ
കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ബാത്റൂം കഴുകാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, വാങ്ങാവുന്നതാണ്. വീണ്ടും തിരുമലയിൽ നിന്ന് നെട്ടയത്തേക്ക് പോവുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഷട്ടിലടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ ഉറപ്പായിട്ടും തിരുമല വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ചീമ വാനില ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻട്രൽ ബസാർ കയറി വാനില ഐസ്ക്രീം നോക്കണം. അവിടെ വാനില ഐസ്ക്രീം മാത്രമില്ല. ഗായ്സ്, ചീമ വീണ്ടും ലാൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ട് ചീമ വന്നു. നീ ഒറ്റൊരുത് കാരണം ഞാൻ ഇന്നും തല കടിവില്ല. നീ പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പോയെന്ന്, അതുകൊണ്ട് തല കുളിക്കാതെ ഞാൻ വന്നു. നിനക്കറിയാമോ? അല്ല, അത് രാവിലെ വിളിച്ചില്ല. ഞാൻ പാർലറിൽ പോയി വാഷ് ചെയ്യാന്ന് കരുതി. പല്ലിപ്പം ശരിയായിട്ട് ഇന്നലെ സ്റ്റിച്ച് എടുത്തപ്പോൾ പല്ല് ശരിയായി. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. നാക്കിനി ഒരു 5% കൂടെ മാറാനുണ്ട്. ഇപ്പോഴാണ് ശരിയായത്. സ്റ്റിച്ചൊക്കെ പോയപ്പോൾ ഓക്കെ. ഈ സൈഡൊക്കെ വെച്ച് ചവച്ചു തുടങ്ങി. ചവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ചവച്ചപ്പോൾ ഒരുമാതിരി തോന്നി. ഇപ്പം ചവയ്ക്കുമ്പോൾ ഓക്കെ. ഇപ്പം 2 സൈഡും ഓക്കെ. ഞാൻ വീണ്ടും കുറ്റിയും പറിച്ച് നെട്ടയത്ത് വന്നു. ഞാൻ ഇന്ന് വരൂലെന്നും പറഞ്ഞാണ് പോയത്. അപ്പോഴാണ് ഈ ചീമ വന്നത്. ചീമ വന്ന് പിന്നെ കരുതി വേദം വിളിച്ച് വരാമെന്നും പറഞ്ഞാണ് നിന്നത്. തലയൊക്കെ വാഷ് ചെയ്ത്. അപ്പോൾ കാണാൻ ചീമ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ പോയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇനിയിപ്പോൾ പോയി തലയൊക്കെ വാഷ് ചെയ്ത് വേദം വിളിച്ചുകൊണ്ട് വരാം. ഏട്ടൻ വന്നപ്പോൾ കൂടെ വന്നു. ഇനി തിരിച്ചു പോകും. ചീമയ്ക്ക് മത്തി മീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് നോക്കിയപ്പോൾ മത്തി മീൻ ഉണ്ടായിരുന്നു. അങ്ങനെ മത്തി മീനിന് ഓർഡർ കൊടുത്തു. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എനിക്കായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും വലിയ മീനിനോടാണ് ഇഷ്ടം കേട്ടോ. ചീമയ്ക്കാണെങ്കിൽ നേരെ മറിച്ചാണ്. കുഞ്ഞു മീനുകളെ അവിടെ കഴിക്കുള്ളൂ. ചൂരയൊന്നും അവൾ കഴിക്കത്തേ ഇല്ല കേട്ടോ. എൻ്റെ കറുക മാത്രമേ കഴിക്കത്തുള്ളൂ. കഷ്ണം ഒന്നും കൂട്ടത്തില്ല. അപ്പോൾ അത് അങ്ങനെയാണ്. ചീമ മാത്രമാണ് ഇവിടെ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വലിയ മീൻ കഴിക്കുന്ന ആളാണ്. എന്തായാലും ചീമയ്ക്കുള്ള മത്തി റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്ത് കഴിച്ചാൽ മാത്രം മതി. കാൽഷ്യം അല്ല, പ്രോട്ടീൻ വേണ്ടേ മീൻ വറുത്തത്. ഇതാണ് ചെറിയ മത്തി എന്ന് പറഞ്ഞത്. ഒരുപാട് വലുതല്ല, മീഡിയം. ഇതിവിടെ കൊണ്ടുവച്ചു ചോറും അല്ല തോരനും മത്തിയും. എന്തോന്നാണ് മുറിങ്ങില്ലടീ, മുറിങ്ങില്ല. ഇങ്ങനെ ഇടിച്ചു ചെന്ന് മതിലി അടിച്ചു നിന്നു. മഴ ഗൈസ്, രാവിലെ ഭയങ്കര വെയിലായിരുന്നു. ചീമ അവിടെ പോയി. ചീമ രാവിലെ വെയിൽ കൊള്ളായിരുന്നു. ചീമയുടെ കാല് കറുത്തോയെന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നുണ്ട്. ആ വെയിൽ കണ്ടപ്പോഴേ മനസ്സിലായി ഇന്ന് മഴ പെയ്യുമെന്ന്. അവിടെ മഴയായിരുന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വെയിൽ വന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും കുറ്റിയും പറിച്ചതേ തിരുമല വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയിൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ മിനി ആൻറ്റിയെ കണ്ടിട്ട്. മിനി ആൻറ്റിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ആദ്യം ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ആൻറ്റി കുളിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെന്നപ്പോൾ ആൻറ്റിയെ കണ്ടു. അങ്ങനെ കുറച്ച് സമയം ആൻറ്റിയുടെ നിന്ന് കത്തി അടിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. ഒരു രസമാണ് കേട്ടോ ഇങ്ങനെ കത്തി അടിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കാനായിട്ട്. കുറേ സമയം നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം കാര്യം പറഞ്ഞു. എപ്പോഴും വിളിച്ചൊക്കെ ചോദിക്കും കേട്ടോ ആൻറ്റി പല്ലിൻ്റെ കാര്യവും എല്ലാ കാര്യങ്ങളും. നമുക്ക് വേണ്ടപ്പെട്ടവർ ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ആൻറ്റിയൊക്കെ വിളിച്ചെപ്പോഴും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളും അതുപോലെ തിരിച്ച് കാണിക്കും, അത്ര തന്നെ. അത് കഴിഞ്ഞതേ വേദയും വിളിച്ച് വീണ്ടും ഞാൻ നെട്ടയത്ത് വന്നിട്ടുണ്ട്. ഷട്ടിലടിയാട്ടോ. രാവിലെ പോവും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും ഉച്ചയ്ക്കുള്ള കൊണ്ടുപോകും, വീണ്ടും തിരിച്ചു വരും വേദയും കൊണ്ട്. പിന്നെ വേദയും കൊണ്ട് ട്യൂഷന് പോകും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഷട്ടിലടിയോടടിയാണ്. ഇന്ന് ആരോ കമൻറ്റ് ഇട്ടുന്നു ഇന്ന് തിരുമല വീട്ടിൽ പോകുന്നു. ഉറപ്പായിട്ടും നാളെ പോകും കേട്ടോ. പപ്പിയെ വെളിയിലേക്ക് ഇറങ്ങി. ചീമ ദേഹം പോലെ അനങ്ങാണ്ട് നിന്ന് തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. പപ്പി അവിടെ വന്ന് ആ തൂത്ത് വാരിയതിനെല്ലാം കൊണ്ടുവന്ന് അടിച്ച് വാരിയതിനെല്ലാം കൊണ്ടുവന്ന് ചവിട്ടി മാറ്റി കളഞ്ഞു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ പപ്പി സെക്കൻഡിനാണ് മൂത്രം ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓടി നടന്ന് ഈ പപ്പി മൂത്രം ഒഴിക്കും. ഇതിന് വേണ്ടി മൂത്രം പപ്പിക്കുണ്ടോ എന്നാണ് ഒരു സംശയം കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡിൽ തന്നെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിക്കും മൂത്രം ഒഴിക്കുമെന്ന് അറിയും പപ്പി. ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അത് നോക്കിക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിന്ന് കാണിക്കുന്ന വില തരം നോക്കിക്കേ. പപ്പി അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല കേട്ടോ. ഇതുപോലെ വല്ലപ്പോഴും മാത്രമേ വീടിന് പുറത്തോട്ട് ഇറക്കാറുള്ളൂ. എങ്ങാനും കയറ്റി തുറന്ന ആളപ്പോഴേ ചാടിപ്പോവും. പിന്നെ അടുത്ത പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നമ്മൾ അപ്പോഴേ പോയി പിടിക്കും കേട്ടോ. പിന്നെ ആൾ കുറച്ച് ദേഷ്യക്കാരനാണ്. കാരണം പുറത്തുമായിട്ടൊന്നും ആരുമായിട്ടും വലിയ കൂട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാരെ കാണുമ്പോൾ കുരയും കടിയൊക്കെ ഉണ്ട്. അത് സ്കൂട്ടർ, ഗേറ്റ്, ഇതൊക്കെയാണ് ഈ പപ്പിയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഇത് നോക്കി
എത്ര ഒഴിച്ചിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓടി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇവിടെ വരും. ഭയങ്കര ഇതാണ്. വേദ ഞാൻ ട്യൂഷനാക്കിയിട്ടാട്ടോ വന്നത്. അപ്പോൾ വേദയ്ക്ക് വേദ ഉണ്ടെങ്കിൽ വേദ പപ്പിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പിയും കൊണ്ടിങ്ങനെ നടക്കാം. പപ്പിക്കും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് വേദയും കൊണ്ടിങ്ങനെ നടക്കാൻ. പപ്പി ഏറ്റവും കൂട്ട് അച്ഛനുമായിട്ടാണ്. അത് കഴിഞ്ഞ് ചീമ, അത് കഴിഞ്ഞ് വേദ. ഞാനും അമ്മയും ശത്രുക്കളാണ് കേട്ടോ പപ്പിയിൽ. എങ്കിലും കുഴപ്പമില്ല, വരും മിണ്ടും കൂടും, അല്ലാതെ വലിയ സ്നേഹപ്രകടനം ഞങ്ങളുമായിട്ടില്ല. ഇതാണ് സുഹൃത്തുക്കളെ ഒട്ടുകറ, തിരുവനന്തപുരംകാരുടെ ഒട്ടുകറ. ചില നാട്ടുകാരുടെ ഒട്ടുപാല് എന്നൊക്കെ പറയും. ഇതൊക്കെ വിറ്റാൽ കാശ് കിട്ടും കേട്ടോ. അതായിരിക്കണം. ഇപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ചേന വിളവെടുപ്പ്. ഇഞ്ചിയൊക്കെ നിൽക്കണ്. ഇഞ്ചി, കുരുമുളക്, പച്ചമുളക്, ശ്രീകുമാറിൻ്റെ കൃഷി. വേണ്ട പച്ചമുളക്. ഇപ്പൊ ഏതാണ് നമ്മൾ കൃഷി എടുക്കാൻ പോകുന്നത്? വേണ്ട. ഓ കുരുമുളക്. അയ്യോ പട്ടോയുടെ. ഓഹോ, പട്ടാലാണ് ചേന എടുക്കുന്നതെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമുക്കുള്ള സ്ഥലത്ത് കൃഷി നോക്ക്. ഇവിടെ ഇത്രയും ഭാഗത്താണ് വെയിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അല്ല ഉണ്ടോ എടുക്കന്നെ? വല്ലതും ഉണ്ടാലേ? ആ നോക്ക് കുരുമുളക് വയ്ക്കണ നോക്ക്. അവിടെ റബ്ബർ വിളയിലും കുരുമുളക് നിൽക്കണമെന്ന്. നമുക്കെന്ന് പോവാം? തിങ്കളാഴ്ച പോവാം. നാളെ പറ്റില്ല, നാളെ ഞാനില്ല. നാളെ സിനിമയ്ക്ക് പോകണം. ഇത് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കമൻസ് ഇടുന്ന ചൊറിയന്മാർക്കായിട്ട് സമർപ്പിക്കുന്നു. ചേന, ചൊറിയൻ ചേന ഫോർ ചൊറിയന്മാർ. കണ്ട് കണ്ട് കിട്ടി. നാണ്ട് ഇവിടെ ചേനയൊക്കെ. ഇത് ചേമ്പല്ലേ? ചേമ്പൊക്കെ ആ ചേനയിലോടെ പൊടിച്ച് തിന്നാൻ മുളക് ചമ്മന്തിക്ക് മുളക്. ഓഹ് ഇത് ഉപ്പിലിട്ട് വെച്ചേക്കണ്. ഇതിൽ പൂവൊക്കെ വരും ഗൈസ്. ഇത് നമ്മൾ ചുള്ളിമാനൂരിൽ നിന്ന് കൊണ്ടുവന്ന കലോവേറ, കറ്റാർ വാഴയും അലോവേറയും കൂടെ ചേർന്ന് കലോവേറയായിപ്പോയി. ചുള്ളിമാനൂരിൽ നിന്ന് കൊണ്ടുവന്ന കറ്റാർ വാഴയാണ്. നമ്മളെ ഫ്രണ്ട് നിൽക്കുന്ന പിച്ചി ബോംബെ മുട്ടായിയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഇതൊരു കുട്ടി കൊണ്ടുപോകുന്നത്. അത് ഐസ്ക്രീം തന്നെ. എവിടെ? പണ്ടത്തെ കളറൈസ്. കർഷകൻ ചെടിക്ക് വെള്ളം ഒഴിക്കണ നോക്ക്. എവിടെ കാണിക്കട്ടാ? പേരിട്ട് ഭാസ്കരൻ. ശാമ്പ്രാണി തിരി, ചൊറിയൻ ചേന, കയ്യിൽ ഗ്ലൗസ്. ഭാസ്കരൻ കറക്റ്റ്. ഈ സാധനം കയ്യിലെടുത്താൽ ചൊറിയും. അതുകൊണ്ടാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട് അച്ഛൻ സെറ്റാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്ന അമ്മ. ഇത് ഇത്രയും ചെത്തി വെക്കാനാണ് അച്ഛൻ്റെ കൂടെ പറയണത്. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കുറേശ്ശെ എടുക്കാമെന്ന്. സുഹൃത്തുക്കളെ, അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ആരോ കമന്റ് ഇട്ടെന്ന് അമ്മ അടിക്കുന്ന ഡൈ ഏതാണെന്ന് പറഞ്ഞോട്. എനിക്ക് 50 വയസ്സേ ആയുള്ളൂ. പ്രായം ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡൈ അടിച്ചിട്ടില്ല ഇപ്പൊ? ഇല്ല ഇതുവരെ അടിച്ചിട്ടില്ല. കേട്ടല്ലോ, അമ്മ ഡൈ അടിച്ചിട്ടില്ല. മിടുക്കൻ കണ്ട, ചേന ചെത്തി വൃത്തിയാക്കി വെച്ചേക്കണ കണ്ട. കർഷകൻ തലയിലൊക്കെ കെട്ടിയിരിക്കണ. അടുത്ത കമന്റ് എന്തോന്ന് ഞാൻ പറയട്ടാ? തള്ളയും മക്കളും കൂടെ നോക്കിയിരിക്കണ്, അച്ഛൻ കിടന്ന് ജോലി ചെയ്യണമെന്ന്. അങ്ങനെ സത്യമൊന്നും അല്ല.
അച്ഛയോടോ ജോലിയൊക്കെ ചെയ്യണത്? അപ്പൊ ആര് വാദി ആര് പ്രതി? ചീമയുടെ കാല് കണ്ടേ. അച്ചി കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉണ്ടാക്കി ചൊറിഞ്ഞുണ്ടാക്കിയ ചേന എങ്ങനെയുണ്ട്? ഞാൻ ചേന നട്ട്, ഞാൻ ചേന വെട്ടി, ഞാൻ ചേന വളയിപ്പിച്ച്, ഞാൻ ചേന വെട്ടി ചെത്തി വൃത്തിയാക്കി ആവിച്ചെടുത്തിരിക്കുന്നു. ഉടങ്കല്ലിയും തേങ്ങയും കൂടിയൊക്കെ വെച്ച് അരച്ച ചമ്മന്തി. ഓക്കെ, ഇതിനടി ഐസ്ക്രീം വാങ്ങിച്ചോണ്ടാൻ പറഞ്ഞത്. ഓ, അപ്പം ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് നിങ്ങൾ കോൾഡ് കോഫി. കോൾഡ് കോഫി നല്ലല്ലോ ചീമ എന്നോട് പറഞ്ഞത്. ആ, ന്യൂട്ടല്ല കോൾഡ് കോഫി. എനിക്കും കോഫി വേണം. തിരുമലയൊക്കെ അടിപൊളി മഴ കേട്ടോ. ഞാനും വേദം ഇവിടെ ഭയങ്കര മഴ. കോട്ടിട്ടാണ് വന്നത്, അത്ര മഴ. ഇവിടെ വന്നപ്പോൾ നേരെ മറിച്ച് വെയിൽ. അപ്പോൾ പറയാൻ വന്നത്, ഞാനേ ഡയറ്റ് തുടങ്ങിയത് മൺഡേ ആണ്. വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറയാത്തത്, ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യും, ഫ്ലോപ്പാവും, ഡയറ്റ് ചെയ്യും, ഫ്ലോപ്പാവും. അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പോൾ ഒരു 1.5 കിലോ കുറഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഷെയർ ചെയ്ത്. അപ്പോൾ FTS ഫിറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഡയറ്റീഷ്യൻ വഴിയാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഈ ഒരാഴ്ചയും ഞാൻ എക്സസൈസ് ഒന്നും 5 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. 5 ദിവസം ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തില്ല. കാരണം സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ദേഹം അനക്കണ്ടെന്ന് എഴുതി ചെയ്തിട്ടില്ല. അപ്പോൾ മൺഡേ മുതലാണ് എക്സസൈസ് ചെയ്യാമെന്ന് എഴുതിയത്. എക്സസൈസ് ചെയ്യാതെ തന്നെ എനിക്ക് 1.5 കിലോ കുറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡയറ്റീഷ്യനോട് ചോദിച്ചു, ഈ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ ഇല്ലേ, നാച്ചുറൽ സ്വീറ്റ്നർ, അത് ഞാൻ എടുത്തോട്ടെ, ചായക്കൊക്കെ വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ചായയൊക്കെ കുടിക്കും. മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ ഇട്ടിട്ടാണ് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ബിരിയാണി കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു മെഴ്സലീസിൻ്റെ ഷുഗർ ഫ്രീ ഐസ്ക്രീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെതൊക്കെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, അത് കഴിക്കാമോ? വേണമെങ്കിൽ 1-2 സ്കൂപ്പൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിഷ്ടമുള്ള എല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് പല തരത്തിലുള്ള ഡയറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് എനിക്കെല്ലാം റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഭക്ഷണം 3 നേരവും കഴിച്ച് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. വെയിറ്റ് കുറയുന്നത് ഭയങ്കര സന്തോഷം. നീ തിന്ന് നോക്ക്, അവൾക്ക് മധുരം കൂടുതൽ വേണം. അവൾക്ക് അല്ലാതെ ഇട്ട് കൊടുക്കാം. ഏതില്? പാത്രവും കഴിവാൻ ലാഭം. അല്ല, ന്യൂട്രല്ലേ ഇരിക്കണ. ഈ കുപ്പി ഇരിക്കണ പാല് അല്ലേ? പട്ടിക്ക് കവർ പാല്, മനുഷ്യർക്ക് പശുവിൻ പാല്. ഐ എം മേക്കിംഗ് കോഫി ഫോർ മീ. എൻ്റെ മോങ് ഫ്രൂട്ട് ഷുഗർ ദാ. ന്യൂട്രല ഷേക്ക് എപ്പോഴും ന്യൂട്രലയുടെ കുപ്പിയിൽ തന്നെയാണ് ഒഴിക്കേണ്ടത്. കണ്ടിട്ടില്ലേ, കരിക്ക് ഷേക്ക് കരിക്കിനകത്ത് ഒഴിച്ച് കൊണ്ടുവരുന്നത്, പൈനാപ്പിൾ ഷേക്ക് പൈനാപ്പിളിൻ്റെ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ആണോ? കളയായിരിക്കാനല്ലേ നീ എനിക്ക് തന്നത്. എന്നാ സ്ട്രോ ഇല്ലെന്ന് തോന്നുന്നു. അല്ല, സൈഡ് കഴുകണം. വൃത്തിയില്ല. പ്രസൻറ്റേഷൻ ഇസ് നോട്ട് ഗുഡ്. എൻ്റെ വസ്ത്രത്തിൽ ആരോ കൂക്കുവടിക്കുന്നു. ഓ, ഇത് കുടിയടാ, കുഴപ്പമില്ല. ഇത് സ്ട്രോ ഇല്ല, പിന്നെ എങ്ങനെ കുടിക്കും? അയ്യോ കാണിച്ച വേല. അതിൻ്റെ വെള്ളമായിരുന്നു.
ലേശം പാലും കൂടുതൽ വെള്ളവും ഒഴിച്ചൊരു കോഫി. കോഫി പൗഡർ കടുപ്പം എനിക്ക് കുറച്ച് കൂടുതൽ വേണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആൻഡ് മൈ മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നർ. നല്ല നമ്മൾ ഷുഗർ ഇടുമ്പോഴത്തെ മധുരമുണ്ട്, പക്ഷേ നോ 0 കലോറീസ് ആണ് ഈ ഒരു മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നർ. കോഫി റെഡി. അപ്പം നമുക്ക് ഇന്ന് കോഫി കുടിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. FTS ഫിറ്റ് ലൈഫ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ അഗാരയുടെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വിശേഷിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും അച്ചി ഷർട്ട് ഇടല്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഷർട്ട് ഇടല്ല എന്ന് കുലപുരുഷന്മാർ കമൻറ്റ് ചെയ്തു, അച്ചി ഷർട്ട് ചെയ്യുന്നില്ല. ആണുങ്ങൾ ഷർട്ട് ഇടൂലേ? തറവാടികൾ ഷർട്ട് ഇടാറില്ല എന്നാണ് അച്ചിയുടെ വാദം. ഓക്കെ, ശരി. എന്തായാലും നമുക്ക് ഇന്നത്തെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.